നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. വേഴമാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. അനിഴം നക്ഷത്രക്കാർക്ക് വേഴമാറ്റം വളരെ ഗുണകരമാണ്. കാരണം വേഴം ഇപ്പോൾ 8-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു കളഞ്ഞാൽ കൊള്ളാമെന്നവരെ തോന്നുന്നത് കടങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് വളരെയധികം ടെൻഷൻ അടിച്ച് കഴിയുന്ന അവസ്ഥയാണ് അനിഴ നക്ഷത്രക്കാർക്കുള്ളത്. അത് മാറി 2026 6-ാം മാസം 2-ാം തീയതി മുതൽ വേഴം നിങ്ങൾക്ക് 9-ൽ വരെയാണ്. അത് 10-ാം മാസം മുതൽ 10-ൽ വരും. വീണ്ടും ജനുവരി മുതൽ ആ വേഴം വീണ്ടും 9-ൽ വരും. പിന്നെ 2027 6-ാം മാസം 26-ാം തീയതി വരെ നമുക്ക് നല്ല സമയമാണ്. അപ്പോൾ വേഴൻ 9-ലും 10-ലും 11-ലും സഞ്ചരിക്കുന്ന 3 കൊല്ലം ഒരു വ്യക്തി ജീവിതത്തിൻ്റെ സുവർണകാലമാണ്. നിങ്ങൾ എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാലും, എത്രയൊക്കെ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, കഴിവുണ്ടെങ്കിലും കഴിവില്ലെങ്കിലും, നിങ്ങൾ ആഗ്രഹിച്ചെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന സമയം. നിങ്ങളെ പ്രയത്നമാണ്, അധ്വാനമാണ് അതിന് ഏറ്റവും വലിയ മുതൽക്കൂട്ട്. കാരണം വേറെ 8 നിൽക്കുമ്പോൾ ഒന്നുമില്ല, ഞാൻ മരിക്കണോ ജീവിക്കണോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് സർവ്വ ഭാഗ്യങ്ങളും വന്നു ചേരുന്ന സമയമാണ് ഈ 3 കൊല്ലം. അപ്പോൾ വേറെ 9 നിൽക്കുമ്പം സൗമ്യേ ധർമ്മസ്ഥിതസ്യാത് ഗുരുജനമനസീശ്വരാണാം പ്രസാദോ ഗുരുദുർഭാഗ്യസ്ഥ ധർമ്മസ്യ ശുഭതപസ മാതൃത പൗത്ര സൗഖ്യമാണ്. ഗുരുക്കന്മാരും ഈശ്വരന്മാരും എല്ലാവരും പ്രസാദിക്കും. മാതാ പിതാ ഗുരു ദൈവം ഇതൊക്കെയാണ് ഗുരുക്കന്മാർ. അപ്പോൾ മാതാവും പിതാവും ഗുരുവും ദൈവങ്ങളും ഒക്കെ പ്രസാദിക്കുമെന്നാണ്. നമ്മൾ പഠിക്കാൻ പോലും പഠിപ്പിക്കാൻ പോലും അവിടുത്തെ ഗുരു പ്രസാദിച്ചാൽ നമുക്ക് നല്ല അധ്യാപകരുടെ പ്രീതി. സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച് എല്ലാ ഉപദേശങ്ങളും കൊടുത്ത് എല്ലാ ഓട്ടത്തിനും ചാട്ടത്തിനും പാടാനും കളിക്കാനും ഒക്കെ കൊണ്ടുവന്ന എത്രയും നല്ല അധ്യാപകരുണ്ട്. നമ്മൾ അച്ഛനമ്മമാർ ശ്രദ്ധിച്ചില്ലെങ്കിലും പിള്ളേരെ സ്വന്തം മക്കളെ പോലെ കൊണ്ടുകിടന്ന് സ്നേഹിക്കുന്ന ധാരാളം അധ്യാപകരുണ്ട്. പിള്ളേരെങ്ങനെ ഇതിന് ഫസ്റ്റ് കിട്ടിയാണ്ട്, എത്രയും മാർക്ക് എങ്ങനെ കിട്ടിയാണ്ട്, പിള്ളേരൊന്നും പഠിക്കുന്നതല്ല എന്ന് നമുക്ക് തോന്നും. അങ്ങനെ ഗുരുക്കന്മാരുടെ പ്രീതി സഹായമൊക്കെ കൊണ്ട് മക്കളും നമ്മളും ഒക്കെ രക്ഷപ്പെടും. ഇപ്പോൾ ആശ്രമത്തിൽ പോലെ അമ്പലത്തിൽ പോലെ അവിടുത്തെ സ്വാമിയുടെയും ഗുരുക്കന്മാരുടെയും പ്രീതി കിട്ടും. ഒരു ഓഫീസിൽ പോലെ അവിടുത്തെ അധികാരിയുടെ പ്രീതി കിട്ടും. എവിടെ ചെന്നാലും നമുക്ക് ഭാഗ്യങ്ങൾ നമ്മളെ നിഴൽ പോലെ കൂടെ നിൽക്കുന്ന സമയമാണ്. ഈശ്വരൻ്റെ പ്രസാദം കിട്ടി, ഈശ്വരാനുഗ്രഹം കിട്ടുന്ന സമയം നമ്മൾ വേസ്റ്റാക്കി കളയരുത്. കാരണം ഈശ്വരൻ്റെ കഴിവുകൾ കൊണ്ട് ഏറ്റവും ഉന്നതിയിലെത്താൻ പറ്റും. അപ്പോൾ ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. കറണ്ട് ഉണ്ടെങ്കിൽ എല്ലാം പ്രവർത്തിക്കും, കറണ്ടിലേക്ക് ഒന്നും പ്രവർത്തിക്കും. കറണ്ട് അടിച്ചാൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ എഞ്ചിനീയർ എന്നാലും ചത്തു. അപ്പോൾ ഈശ്വരാനുഗ്രഹം ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഈശ്വരൻ്റെ ചൈതന്യമുള്ളൊരു സ്ഥലത്തേക്കാണ്, സമയത്തേക്കാണ് ഈ നാളുകാർ ജീവിച്ച് പോരാൻ പോകുന്നത്. അപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടും. വൃദ്ധർഭാഗ്യസ്ഥ ധർമ്മസ്യ ഭാഗ്യവും ധർമ്മവും അഭിവൃദ്ധിപ്പെട്ടു വരും. ശുഭ തപസ് നിങ്ങൾ എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാലും നേടി ജയിക്കും. പൗത്ര സൗഖ്യം, പുത്രൻ്റെ പുത്രനാണ് പൗത്രം. മക്കളും മക്കളെ മക്കളും ചെറുമക്കളും കുടുംബത്തിൽ സമ്പത്ത് സന്തതി സൗഭാഗ്യമൊക്കെ കിട്ടി നല്ല രീതിയിൽ ഐശ്വര്യം വരും. അതുകൊണ്ട് മക്കൾ പഠിക്കണില്ല, ജോലി കിട്ടണില്ല എന്നുള്ള വിഷമമൊക്കെ മാറും. പിള്ളേർക്ക് ഇപ്പം നല്ല ജോലി, അധികാരവും അഭിവൃദ്ധി എല്ലാം കിട്ടും. നമ്മുടെ കാര്യവും പിള്ളേരുടെ കാര്യവും കുടുംബകാര്യവും ഒക്കെ നല്ലത് വരും. 6-ാം മാസം കഴിഞ്ഞ് 10-ാം മാസം വരെയാണ് വേഴം നമുക്ക് 9-ൽ നിൽക്കുന്നത്. അപ്പോൾ 10-ാം മാസം മുതൽ നമുക്ക് 6-ാം മാസം മുതൽ 10-ാം മാസം കഴിഞ്ഞാൽ ജനുവരി വരെ വേഴം നമുക്ക് 11-ൽ വരും. അപ്പോൾ 11-ൽ വേഴം നിൽക്കുന്ന സമയം വേഴം 9-ൽ നിന്ന് മാറി 10 വരും. വേഴം 10 നിൽക്കുന്ന ഘട്ടം ദേവാലയ നഗരസഭ മാർഗാലയ ദാസ സർവകർമാണി ആജ്ഞാലംബന ഏതസർവം ചിന്തനീയം ഈ ദശമേന. ദേവാലയം വയ്ക്കാൻ യോഗം, നഗരസഭ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, സർക്കാർ, കോടതി അധികാരികളിൽ നിന്നും പ്രീതി, സഹായം, സന്തോഷം ഇതൊക്കെ കിട്ടും. മാർഗം വഴിവെട്ടിക്കാൻ യോഗം, ആലയം വീട് വയ്ക്കാൻ യോഗം. സർവകർമാണി എന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാൽ ആ വക കാര്യങ്ങളെല്ലാം നേടാനും ജയിക്കാനും അഭിവൃദ്ധി കിട്ടാനും ഒക്കെ അതിയായ യോഗവും ഭാഗ്യവും ഒക്കെ നമുക്ക് കിട്ടി. നമുക്ക് വളരെ നേട്ടങ്ങൾ കിട്ടുന്ന സമയം. അങ്ങനെ 9-ലും 10-ലും വേഴം നിൽക്കുമ്പോൾ ഭാഗ്യം അഭിവൃദ്ധിപ്പെട്ട് വരുന്നതാണ്. ഇപ്പോൾ ഒരു ഡോക്ടർ, എഞ്ചിനീയർ, വക്കീല, ജ്യോത്സ്യന, സാധാ കൃഷിക്കാരന, രാഷ്ട്രീയക്കാരന ആരായിരുന്നാലും ഭാഗ്യമുള്ള സമയത്ത് അവരെന്ത് പ്രതീക്ഷിച്ചാലും നമുക്ക് നേടാൻ പറ്റും. നിങ്ങളെ ചെറിയ പ്രയത്നം കൊണ്ട് വലിയ ഭാഗ്യങ്ങൾ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ
എല്ലാ പരീക്ഷയ്ക്കും ടെസ്റ്റുകൾക്കും ഇൻ്റർവ്യൂവിനും കാര്യത്തിനും മത്സരത്തിനും പരീക്ഷയ്ക്കൊക്കെ പോയാലേ പറ്റും. വീട്ടിൽ കിടന്ന് ഉറങ്ങിയ ഭാഗ്യമുള്ള സമയമാണെങ്കിലും ഭാഗ്യം കിട്ടാതെ പോകും. അപ്പോൾ അതുകൊണ്ട് ഭാഗ്യത്തിന് നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ ഭാഗ്യം കിട്ടും. ഒരു പരീക്ഷ എഴുതിയാൽ നല്ല മാർക്ക് കിട്ടും, ജയം കിട്ടും. ഇൻ്റർവ്യൂവിന് പോയാൽ ജോലി കിട്ടും. അതേപോലെ ഉള്ള ജോലിയിൽ പ്രൊമോഷനും നല്ല സാലറിയും പ്രോഫിറ്റും മെച്ചവും നേട്ടമൊക്കെ കിട്ടി നമ്മൾ വളരെ ഉയർച്ചയിലേക്ക് വരുന്ന സമയമാണ് വേഴനെന്ന് പറയുന്ന ഗ്രഹം നമുക്ക് 9ലും 10ലും നിൽക്കും. വേഴത്തിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വേഴൻ. വേഴൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുണ്ട്. എന്തൊക്കെയാണ്? ബുദ്ധിയും പുത്രരും സ്നേഹദേഹമർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രത്വം നയവും വസയും ഗുരു. ബുദ്ധി വർദ്ധിക്കും. അപ്പോൾ എപ്പോഴും നമുക്ക് ബുദ്ധിയുള്ളവരാണെങ്കിൽ പോലും ചിലപ്പോൾ ആലോചിക്കാതെ പലതും എടുത്തുചാടി പല കുരുക്കിലും ചാടണവരുണ്ട്. അങ്ങനെ ഇപ്പോഴതല്ല, നമുക്ക് ബുദ്ധി കിട്ടുമെന്ന് വെച്ചാൽ പോണോ പോണ്ടേ, ചെയ്യണോ ചെയ്യണ്ടേ എന്നൊക്കെ നല്ല രീതിയിൽ ആലോചിച്ച് പ്രവർത്തിക്കാനുള്ള ബുദ്ധി കിട്ടും. പുത്രരും മക്കളുണ്ടാവും. ഉള്ള പിള്ളേർക്ക് നല്ലത് വരും. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനും ചികിത്സിച്ച് ഇനി ഒരു രക്ഷയും ഇല്ല എന്ന് പറഞ്ഞ് മക്കളില്ലാതെ വിഷമിക്കുന്നവർക്കും ഒരു ചികിത്സയും മരുന്നും ഇല്ലാതെ മക്കളുണ്ടാവും. നല്ല ആരോഗ്യം ഉണ്ടാവും. പുത്രരും സ്നേഹദേഹമർത്ഥം, സ്നേഹം കൂടും. ദേഹം ശരീരത്തിന് നല്ല, ദേഹം എന്ന് വെച്ചാൽ ശരീരം എന്നാണ്. ഓജസ്, തേജസ്, സൗന്ദര്യം, ആരോഗ്യമൊക്കെ വർദ്ധിക്കും. പഴയ ആളല്ല, പുതിയ ആൾ നല്ല, എങ്ങനെ ശരീരത്തിന് നല്ല ആരോഗ്യവും ബുദ്ധിയും ശക്തിയൊക്കെ വന്ന് അങ്ങനെ നല്ല ആളാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. എത്രയും ബുദ്ധിയും ശക്തിയും തടിയും മുടിയൊക്കെ എങ്ങനെ വന്നെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ കിട്ടും. സ്നേഹദേഹ അർത്ഥം ഗുരുത്വം. അർത്ഥം എന്ന് പറയാം, പൈസ കിട്ടും, ഗുരുത്വം കിട്ടും. ഗുരുത്വം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരുടെയും പ്രീതി, സ്നേഹം, ബഹുമാനമൊക്കെ കിട്ടും. മന്ത്രത്വം, മന്ത്രങ്ങളൊക്കെ ജപിക്കാം, അമ്പലക്കാരും ചെയ്യാം, പൂജ ഹോമ കർമാദികളൊക്കെ നടത്താനും നടത്തിപ്പിക്കാനുള്ള യോഗം. മന്ത്രത്വം എന്ന് വെച്ചാൽ മന്ത്രികളെപ്പോലുള്ള വലിയ പ്രൊമോഷൻ, സാലറി, അധികാരമൊക്കെ കിട്ടും. രാഷ്ട്രീയക്കാർക്കൊക്കെ ആണെങ്കിൽ നല്ല പ്രതാപവും സ്ഥാനവും ജോലി, മത്സരങ്ങളിലെ വിജയം മാത്രമുള്ള മന്ത്രി സ്ഥാനങ്ങൾ, അധികാരങ്ങളൊക്കെ കിട്ടാൻ യോഗമുള്ള സമയങ്ങളും കൂടിയാണ് ഈ പറയുന്ന വേഴഗ്രഹത്തിൻ്റെ സഞ്ചാരകാലം. അപ്പം കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ കഷ്ടമായിരുന്നു. ഇപ്പോഴാണ് നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഉള്ളു. അനിഴ നക്ഷത്രക്കാർ പോലീസ്, പട്ടാളം, വക്കീല്, ജഡ്ജ്, ഇതേപോലുള്ള നിയമ വകുപ്പുമായി ബന്ധപ്പെട്ടവരും ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടവരൊക്കെയാണ്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ തൊഴിൽ ഇത്രയും കാലം കിടന്ന് കഷ്ടപ്പെട്ടിട്ടും വലിയ മെച്ചമൊന്നും ഇല്ലയെന്ന് തോന്നുന്ന അവസ്ഥയിൽ നിന്ന്, കേസ് വഴക്കിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റുന്ന സമയം. നമ്മൾ നല്ലൊരു ഉദ്യോഗസ്ഥനാണെങ്കിലും നമുക്ക് ശത്രുവും കാണും, മിത്രവും കാണും. നല്ലത് ചെയ്യുന്നതുകൊണ്ട് മിത്രങ്ങൾ കാണും. ആ നല്ലത് ചെയ്തതിനെ നശിപ്പിക്കാൻ വേണ്ടി ശത്രുക്കളും കാണും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പാരകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന സമയം. ജാതകവും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നമുക്ക് നല്ല ദശാകാലങ്ങൾ, ഭാഗ്യങ്ങൾ, അപവൃത്തികളുണ്ടെങ്കിൽ നമുക്കെന്നും നേട്ടം തന്നെ ആയിരിക്കും. ജാതകത്തിൽ വലിയ ഗ്രഹപ്പിഴകൾ, ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പരാജയവും നഷ്ടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ജാതകം പരിശോധിക്കും. ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, ഫീസ് ഇതൊക്കെ അയച്ചു തരേണ്ടതായിട്ടുണ്ട്. കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ അമാവാസിക്കും കർത്തവാവിനും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഗണപതി പൂജ, ഭഗവതി സേവ, മൃത്യുഞ്ജയ ഹോമം, യമരാജ പൂജ, സർപ്പപൂജ, ഭദ്രകാളി പൂജ. അപ്പോൾ വൈകുന്നേരം 6 മണി തൊട്ട് 7 മണി വരെ പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം, തേന്, പനിനീര്, പുഷ്പാഭിഷേകം, ഭസ്മാഭിഷേകമൊക്കെ ഉണ്ട്. അഭിഷേകങ്ങളും പൂജകളൊക്കെ ഉണ്ട്. ഈ പൂജകളും വഴിപാടുകളും നടത്താൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ വാട്സപ്പിൽ മെസ്സേജുകൾ അയയ്ക്കുക. ജ്യോതിഷകാരി അറിയണമെങ്കിലും മെസ്സേജ് ഇടാവൂ. വിളിച്ചാൽ ഫോൺ എടുക്കൂല. എടുത്താൽ പെട്ടെന്ന് എൻ്റെ ജോലി കിട്ടൂ, കല്യാണം കിട്ടൂ എന്നൊക്കെ ചോദിച്ചാൽ ജാതകമൊക്കെ നോക്കിയേ പറയാൻ പറ്റൂ. അതുകൊണ്ട് അതിനുള്ള സൗകര്യങ്ങളും സമയങ്ങളും ഇല്ലാത്ത സമയത്ത് നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് മെസ്സേജ് തന്നെ ഇടണം. നിങ്ങൾക്ക് എന്തായിരുന്നാലും ഭഗവാന്റെ പ്രീതിയും ഭാഗ്യത്തിന് പുഷ്ടിയും ഉള്ള സമയമാണ്. എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹ കടാക്ഷങ്ങളെ കൊണ്ട് നിങ്ങൾക്കും കുടുംബത്തിനും സന്തതിക്കും ഭാഗ്യത്തിനും എല്ലാ ഐശ്വര്യം കിട്ടുമെന്നത് ഉറപ്പ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.